73-ാം സങ്കീർത്തനം 28-ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ആസാഫ് എഴുതിയ സങ്കീർത്തനമാണല്ലോ 73-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ദുഷ്ടന്മാരെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ചില വാക്യങ്ങൾ കാണുവാൻ സാധിക്കും. സ്വാഭാവികമായും നാം ചിന്തിപ്പാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങളാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യങ്ങളിൽ താൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിങ്ങനെയാണ്: ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ. അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു. അവർ മർത്യരെപ്പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റു മനുഷ്യരെപ്പോലെ ബാധിക്കപ്പെടുന്നതുമില്ല.
ആകയാൽ ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു, ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു, അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു, ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നു. അവർ വായ ആകാശത്തോളം ഉയർത്തുന്നു, അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു. ഇങ്ങനെ ആസാഫ് സ്വാഭാവികമായും നാം ദുഷ്ടന്മാരെ സംബന്ധിച്ച് ചിന്തിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ അവസാനമായി താൻ പറയുന്നത് ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ. അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. ഇങ്ങനെ ആസാഫ് നോക്കുമ്പോൾ ദുഷ്ടന്മാർ വളരെ വലിയ സൗഖ്യത്തോടെ ജീവിക്കുന്നവരാണ്, വലിയ സന്തോഷത്തോടെ കഴിയുന്നവരാണ്. നാം വായിക്കുന്ന പോലെ അവർ ഡംഭത്തോടെ, അതുപോലെ തന്നെ ഗർവഭാവത്തോടെ, ധാർഷ്ട്യത്തോടെ ഒക്കെ സംസാരിക്കുന്നവരും അങ്ങനെ ജീവിക്കുന്നവരുമാണ്. എല്ലാ ദിവസവും അവർ സ്വസ്ഥത അനുഭവിക്കുന്നു, പുഷ്ടി കൊണ്ട് അവരുടെ കണ്ണുകൾ ഉന്തി നിൽക്കുന്നു. അങ്ങനെ അവർ ഏറ്റവും സൗഖ്യം അനുഭവിക്കുന്നവരും അവരുടെ ജീവിതത്തെ ആസ്വദിക്കുന്നവരും ഇഷ്ടം പോലെ സമ്പത്ത് ഉള്ളവരുമൊക്കെയാണ്. ഇത് വാസ്തവമായ ഒരു കാര്യമല്ലേ പ്രിയമുള്ളവരെ? നാം നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ ദൈവത്തോടകന്നിരിക്കുന്നവർ, അതായത് ദൈവവചനത്തെ മാനിക്കാത്തവർ, അവിശ്വാസികളായവർ, ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവർ, അവരൊക്കെ വലിയ പുഷ്ടി അനുഭവിക്കുന്നവരാണ്, വലിയ സമ്പത്തിൻ്റെ ഉടമകളാണ്. ഈ ലോകത്തിൽ അവർ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് നാം ന്യായമായിട്ടും ആസാഫ് പറഞ്ഞതുപോലെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ദുഷ്ടന്മാരായി നടക്കുന്നവർ ഏറ്റവും വലിയ സ്വസ്ഥത അനുഭവിക്കുകയും സന്തോഷം അനുഭവിക്കുകയും സാമ്പത്തികമായ വലിയ മേന്മ അവർക്കുണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ ആസാഫ് ചിന്തിക്കുന്നത് പോലെ നമ്മളും ചിന്തിക്കുവാൻ സാധ്യതയുണ്ട്. 73-ാം സങ്കീർത്തനം 13-ാം വാക്യത്തിൽ താൻ ഇങ്ങനെ പറയുകയാണ്, എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. നോക്കുക, ആസാഫ് പറയുകയാണ്, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചത്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്നത്, പ്രാർത്ഥിച്ചത്, പാട്ടുപാടിയത്, ദൈവത്തിൽ വിശ്വസിച്ചതൊക്കെ വ്യർത്ഥമായി തീർന്നിരിക്കുന്നുവോ? കാരണം ഇതൊന്നുമില്ലാത്ത ലോകത്തിൻ്റെ പിന്നാലെ പോകുന്ന ഗർവികളായിട്ടുള്ളവർ, ദുഷ്ടന്മാരായിട്ടുള്ളവർ ഒരുപാട് സൗഖ്യം അനുഭവിക്കുന്നു, ഒരുപാട് സമ്പത്ത് അനുഭവിക്കുന്നു. അവരുടെ ജീവിതം അവർ ഓരോ ദിവസവും ആസ്വദിച്ച് കഴിയുന്നു. ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു. അങ്ങനെ ഗർവികളായി, ദുഷ്ടന്മാരായി ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നടക്കുന്നവർ ഏറ്റവും വലിയ സുഖസമ്പത്ത് അനുഭവിക്കുന്നവരായി തീരുമ്പോൾ ആസാഫ് പറയുകയാണ്, ഞാൻ എന്തിനായി വിശ്വാസിയായിട്ടൊക്കെ കഴിയുന്നത്? ദൈവത്തെ വിശ്വസിക്കുന്നത് കൊണ്ട് എനിക്ക് എന്താണ് നേട്ടമുള്ളത്? ഇതാ ദൈവത്തെ വിശ്വസിക്കാത്ത ദുഷ്ടന്മാർ ലോകത്തിൻ്റെ എല്ലാവിധ സുഖസൗകര്യങ്ങളും അനുഭവിക്കുന്നു. അവർ സ്വസ്ഥമായി കഴിയുന്നു, അവർ അവരുടെ ഇഷ്ടം പോലെ ജീവിക്കുന്നു, ജീവിതത്തെ അവർ ആസ്വദിക്കുന്നു. ഞാനിങ്ങനെ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് കൊണ്ട് എനിക്കെന്താണ് നേട്ടമുള്ളത് എന്ന് ന്യായമായും നമുക്കും ചിന്തിക്കുവാൻ സാധ്യതയുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഓരോ വിശ്വാസിയും അവരുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വരുമ്പോൾ ന്യായമായും ആസാഫ് ചിന്തിക്കാവുന്നത് പോലെ ചിന്തിച്ചു പോകാം. നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നത് കൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? ഇതാ അവിശ്വാസികൾ ഏറ്റവും വലിയ സ്വസ്ഥതയും സുഖവും ഒക്കെ അനുഭവിക്കുന്നവരായി തീർന്നുവല്ലോ. 14-ാം വാക്യത്തിൽ താൻ പറയുന്നത്, ഞാൻ ഇടവിടാതെ ബാധിതനായിരുന്നു, ഉഷസ് തോറും ദണ്ഡിക്കപ്പെട്ടുമിരുന്നു. രാവിലെ സമയങ്ങളിൽ ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടിരുന്നു. നേരം പ്രഭാതമാകുമ്പോൾ ഞാൻ വല്ലാത്ത ബുദ്ധിമുട്ടിലും നിരാശയിലും രോഗത്തിലും ക്ഷീണത്തിലും ഒക്കെ ഉണർന്നെഴുന്നേൽക്കുകയാണ്. എന്നാൽ 15-ാം വാക്യത്തിൽ ആസാഫ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം വളരെയധികം ശ്രദ്ധേയമാണ്. അതിങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ നിൻ്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. ഇവിടെ ആസാഫ് വ്യക്തമാക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഇങ്ങനെ സംസാരിച്ചില്ല, സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ എന്നാണ് താൻ പറയുന്നത്. സംസാരിച്ചിട്ടില്ല. ആസാഫ് അങ്ങനെ സംസാരിക്കുവാൻ വിചാരിച്ചിരുന്നെങ്കിൽ പോലും ഞാൻ ദൈവത്തോട് ദ്രോഹം പ്രവർത്തിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നാം സംസാരിച്ചു പോകാം, നാം അങ്ങനെ ചിന്തിച്ചു പോകാം. ആസാഫ് വ്യക്തമായി പറയുകയാണ്, ഞാനങ്ങനെ
സംസാരിച്ചിരുന്നുവെങ്കിൽ, ഞാൻ അങ്ങനെ ദൈവത്തിന് വിരോധമായി വിചാരിച്ചിരുന്നുവെങ്കിൽ, സംസാരിപ്പാൻ തന്നെ ഞാൻ വിചാരിച്ചിരുന്നുവെങ്കിൽ, ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ ആസാഫ് അർത്ഥമാക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ പ്രവൃത്തികളെ സംശയത്തോടെ നാം നോക്കുവാൻ പാടില്ല. നാം അവിടുത്തെ അവിശ്വസിക്കുവാൻ പാടില്ല. നാം അവിടുത്തെ സംബന്ധിച്ച് അവിശ്വാസത്തോടുകൂടെ സംസാരിക്കുവാൻ വേണ്ടി വിചാരിക്കുവാൻ പോലും പാടില്ല എന്ന് ആസാഫ് വ്യക്തമാക്കുകയാണ്. താൻ അങ്ങനെ വിചാരിക്കുവാൻ പോലും ഇടയായില്ല. അങ്ങനെ സംസാരിച്ചു പോയേനെ, എന്നാൽ സംസാരിച്ചിട്ടില്ല. ആസാഫിന് ഏറ്റവും പ്രയാസകരമായി അനുഭവപ്പെട്ട ഒരു ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ ഏറ്റവും സൗഖ്യവും സുഖവുമൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് എന്തുകൊണ്ട്? ഇത് ഗ്രഹിപ്പാൻ അദ്ദേഹത്തിന് പ്രയാസമായി തോന്നി. ഇതേ ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഏതെങ്കിലുമൊക്കെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നാം നോക്കുമ്പോൾ ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്നതും അവർക്ക് യാതൊരു അസുഖം പോലും വരാതെ അവർ വളരെ സുഖത്തോടെ സൗഖ്യത്തോടെ കഴിയുന്നതും എന്തുകൊണ്ട് എന്ന് നാം ചോദിക്കാറുണ്ട്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ലഭിക്കുന്നതിന് വേണ്ടി ആസാഫ് എന്താണ് ചെയ്തത്? താൻ പറയുകയാണ് 17-ാമത്തെ വാക്യത്തിൽ, ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു, അവരുടെ അന്തം എന്താകും എന്ന് ചിന്തിച്ചു. നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി, അവർ മെരുൾച്ചകളാൽ അശേഷം മുടിഞ്ഞുപോയിരിക്കുന്നു. ഇങ്ങനെ ദൈവാത്മാവ് തനിക്ക് അതിൻ്റെ ഉത്തരം നൽകുകയാണ്. ദൈവവചനം പറയുന്നത്, നിശ്ചയമായും നീ അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു. ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന, ഏറ്റവും വലിയ സമ്പത്ത് അനുഭവിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കാത്ത ദുഷ്ടന്മാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ദൈവവചനം പറയുകയാണ്, നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു. വഴുക്കലുള്ളതായ പ്രദേശത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും സ്ഥിരമായി നിൽക്കുവാൻ സാധ്യമല്ല. ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ കാലുകൾ വഴുതിപ്പോകാം. അതുകൊണ്ട് ദുഷ്ടന്മാരായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ വഴുവഴുപ്പിൽ നിൽക്കുന്നു എന്ന് ദൈവവചനം പറയുകയാണ്. ദൈവവചനം നമ്മോടറിയിക്കുന്നതായ കാര്യം എന്താണ്? നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല എന്നാണ്. മാത്രമല്ല, ദുഷ്ടന്മാരായിട്ടുള്ളവർക്ക് വലിയൊരു ശിക്ഷയുണ്ട് എന്ന് ദൈവവചനം പറയുന്നു. അവർ വലിയ നാശത്തിലേക്ക് വീഴുവാനായിട്ട് ദൈവം അവരെ നിയമിച്ചിരിക്കുന്നു. ലോകരക്ഷിതാവായ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്കുള്ള അന്ത്യന്യായവിധിയും അതിനുശേഷമായിട്ടുള്ള നരകാഗ്നി എന്ന ശിക്ഷാവിധിയും അവർക്കുണ്ട് എന്ന് ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവാത്മാവ് എന്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? അതുകൊണ്ടിപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതുകൊണ്ടാണ് അവസാന വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ഇവിടെ ചിന്തനീയമായ ഒരു കാര്യം എന്താണ്? ദൈവത്തോട് ഞാൻ എത്രമാത്രം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. നാം ദൈവത്തോട് എത്ര അടുത്തിരിക്കുന്നു എന്നുള്ളത് അവരവർ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടുന്നതായ ഒരു കാര്യമാണ്. നമുക്കറിയാം, ഒരു മൊബൈൽ ഫോൺ അതിന് സിഗ്നൽ ലഭിക്കുന്നതായ ഒരു ടവറുമായിട്ട് എത്രമാത്രം അടുത്തിരിക്കുന്നുവോ അതിനനുസരണമായി അതിലെ സിഗ്നലുകൾ വളരെ സ്ട്രോങ് ആവുകയും സംസാരം വളരെ ക്ലിയർ ആവുകയും ചെയ്യും. നാം സിഗ്നൽ ലഭിക്കുന്നതായ ടവറിൽ നിന്ന് അതിൻ്റെ റേഞ്ചിൻ്റെ വെളിയിലേക്ക് പോകുമ്പോൾ അത് ലഭിക്കുന്നതായ സിഗ്നൽ വളരെ വീക്കാകും, സംസാരം ഇടയ്ക്ക് മുറിഞ്ഞു പോകാം, അവ്യക്തമായി ഒരുപക്ഷെ കേൾക്കുവാൻ സാധ്യതയുണ്ട്. ഇതേപോലെ തന്നെ വലിയവനായ ദൈവത്തോട് നാം എത്രമാത്രം അടുത്തിരിക്കുന്നുവോ അത്രമാത്രം ദൈവിക സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനും ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നുള്ളതായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും സാധിക്കും. ദൈവത്തിൽ നിന്ന് എത്രമാത്രം അകന്നിരിക്കുന്നുവോ അതിനനുസരണമായി നമ്മുടെ ജീവിതത്തിലെ നിരാശയും ദുഃഖവും പ്രയാസങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിച്ച സമയത്ത് അനേകർ ദൂരത്ത് നിന്നുകൊണ്ട് മാറത്തടിച്ച് മടങ്ങിപ്പോയി എന്നാണ് സുവിശേഷങ്ങളിൽ കാണുന്നത്. എന്നാൽ കർത്താവിൻ്റെ ക്രൂശിനരികെ വന്നവർ അവിടുന്ന് അവരോട് സംസാരിച്ചതായ വാക്കുകളെ കേൾക്കുവാൻ ഇടയായിത്തീർന്നു. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. അവിടുത്തെ അന്ത്യമൊഴികൾ അവർക്കാണ് കേൾക്കുവാൻ ഇടയായിത്തീർന്നത്. ഇന്ന് രാവിലെ കർത്താവിനോട് അടുത്ത് ജീവിക്കുന്നത് എനിക്കേറെ നല്ലത് എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. 27-ാം വാക്യത്തിൽ താൻ അതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും. കർത്താവിനോട് അകന്നിരിക്കുവാനായിട്ടല്ല, കർത്താവിനോട് അടുത്തിരിക്കുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഏറ്റവും അടുത്തിരിക്കുവാൻ,
ഹാനോക്ക് നടന്നതുപോലെ കർത്താവിനോട് കൂടെ നടക്കുവാൻ, കർത്താവിനോട് സംസാരിക്കുവാൻ, സംഭാഷണം ചെയ്യുവാൻ, കൂട്ടുകാരോടെന്ന പോലെ നമ്മുടെ ഹൃദയം തുറക്കുവാൻ, മക്കളെന്ന പോലെ നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുവാൻ, കർത്താവിൽ നിന്നുള്ളതായ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കുവാൻ, കർത്താവിൻ്റെ സഹിത്വം അനുഭവിക്കുവാൻ ഒക്കെ നമുക്കിടയായി തീരട്ടെ. ഇന്നത്തെ ദിവസം അതിനായി കർത്താവ് നമ്മെ ഒരുക്കട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഈ അനുഗ്രഹകരമായ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആസാഫ് പറയുന്നത് പോലെ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് എന്ന് പറയുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. പലപ്പോഴും കർത്താവെ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നവരായി തീർന്നിട്ടുണ്ട്. എന്നാൽ അത് ഞങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നത് തിക്താനുഭവങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കി അവിടുത്തെ സന്നിധിയോട് അടുത്ത് ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്രമാത്രം അടുക്കാമോ അത്രമാത്രം അവിടുത്തോട് അടുത്ത് ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ കർത്താവേ. ദുഷ്ടന്മാരെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ധാരാളം ദുഷ്ടന്മാർ, സമ്പത്ത് വർദ്ധിപ്പിക്കുകയും സുഖസൗകര്യങ്ങൾ അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്നവർ നിശ്ചയമായും വഴുവഴുപ്പിൽ നിൽക്കുന്നു എന്നുള്ളത് ആസാഫിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവ്, ഇന്ന് രാവിലെ അവിടുത്തെ സന്നിധിയോട് ഏറ്റവും അടുത്ത് ജീവിപ്പാൻ, ഇന്നത്തെ ദിവസം മുഴുവനും അവിടുത്തെ സാമീപ്യം അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.